ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേപ്പ് വെർദെ സൗദി അറേബ്യയും തോൽപ്പിച്ചതോടുകൂടെ അവരുടെ ഗ്രൂപ്പിൽ നിന്ന് 2ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തുകൊണ്ട് റൗണ്ട് ഓഫ് 32 കളിക്കാൻ പോവുകയാണ്. ഏതായാലും റൗണ്ട് ഓഫ് 32-വിൽ അർജന്റീനയ്ക്ക് കേപ്പ് വെർദെയോടാണ് ഏറ്റുമുട്ടേണ്ടത്. തീർച്ചയായിട്ടും അർജന്റീനയ്ക്ക് ഈ ഒരു മത്സരം വളരെ സിമ്പിളായിരിക്കുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അർജന്റീന ആ ഒരു കളി വിജയിക്കുകയാണെങ്കിൽ റൗണ്ട് ഓഫ് 16-ലേക്ക് പ്രവേശിക്കുമല്ലോ. അവിടെ അർജന്റീനയെ കാത്തിരിക്കുന്നത് ഒന്നുകിൽ ഈജിപ്ത്, അല്ലെങ്കിൽ പിന്നെ ഇറാൻ, ബെൽജിയം, അല്ലെങ്കിൽ ഓസ്ട്രേലിയ ടീമുകളായിരിക്കും. ഇതിലേതെങ്കിലും ഒരു ടീമായിരിക്കും റൗണ്ട് ഓഫ് 16 മിക്കവാറും അർജന്റീനയുമായിട്ട് ഏറ്റുമുട്ടാൻ പോകുന്നതും. മിക്കവാറും ഇതിൽ ഓസ്ട്രേലിയ കളിക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ ഓർമ്മകൾ പുതുക്കുന്ന ഒരു കളി കൂടിയായിരിക്കും അത്. ഇതിലൊരു ടീമിനെയും നമുക്ക് അത്ര നിസ്സാരമായിട്ടൊന്നും കാണാൻ സാധിക്കില്ല. അവരുടേതായിട്ടുള്ള ദിവസങ്ങളിൽ അവർക്ക് അട്ടിമറി നടത്താൻ സാധിച്ചേക്കും എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ ലോജിക്കലി ചിന്തിക്കുമ്പോൾ അർജന്റീനയുടെ ഫോമൊക്കെ വെച്ച് നോക്കുമ്പോൾ റൗണ്ട് ഓഫ് 16 മറികടന്നുകൊണ്ട് അവർ അനായാസം ക്വാർട്ടർ ഫൈനലിൽ കളിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെ തന്നെയാണ് പലരും പ്രതീക്ഷിക്കുന്നതും. പിന്നീട് ക്വാർട്ടർ ഫൈനലിൽ അർജന്റീനയുടെ ഒപ്പോണൻസ് ആരായിരിക്കും? ഒരു പൊട്ടൻഷ്യൽ ഒപ്പോണൻസിലേക്ക് വരികയാണെങ്കിൽ ഒന്നുകിൽ പോർച്ചുഗൽ വരാനുള്ള നല്ല ചാൻസ് കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ഗംഭീരമായിട്ടുള്ള തകർപ്പൻ പോരാട്ടം തന്നെയായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ സ്വിറ്റ്സർലാൻഡോ അല്ലെങ്കിൽ കൊളംബിയോ വരാനുള്ള ചാൻസും ഉണ്ട്. ക്വാർട്ടർ ഫൈനലും ജയിച്ചുകൊണ്ട് അർജന്റീന സെമി ഫൈനലിലേക്ക് എത്തുകയാണെങ്കിൽ അവിടെ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബ്രസീലൊക്കെ വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഇവരും, അതായത് ഈ ഒപ്പോണൻസ് ആയിട്ട് പറയുന്ന ടീമും മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പറയുന്ന മാച്ച് ഒക്കെ നടക്കാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഏതായാലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോരാട്ടങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ആ കളിയും ജയിക്കുകയാണെങ്കിൽ പിന്നെ അർജന്റീന ഫൈനലായിരിക്കുമല്ലോ കളിക്കാൻ പോകുന്നത്. യെസ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. ഒരുവിധം പറയുകയാണെങ്കിൽ ക്വാർട്ടർ ഫൈനൽ വരെ അർജന്റീനയ്ക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. പിന്നീട് ആര് വരും ഒപ്പോണൻസ് ആയിട്ട് എന്നതിനനുസരിച്ചായിരിക്കും പിന്നീടുള്ള കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാൻ സാധിക്കുന്നതും. അത്ര എളുപ്പമായിരിക്കില്ല കാര്യങ്ങൾ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം. ചെറിയൊരു ഗുഡ് ബൈ.